പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പുനരാഗമനം സംബന്ധിച്ചുള്ള പഠനം നാം നടത്തി വരികയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ കർത്താവിൻ്റെ തിരുസഭയുടെ എടുക്കപ്പെടൽ, മണ്ണിൽ മറവ് ചെയ്ത തൻ്റെ വിശുദ്ധന്മാരെ ഭൂമി പ്രസവിക്കും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഈറ്റുനോവ്, ഭൂമിയുടെ സ്വാതന്ത്ര്യം, പ്രകൃതിയുടെ സ്വാതന്ത്ര്യം എന്ന സംവിധാനം അന്നാണ് സംഭവിക്കപ്പെടുകയാണ്. അപ്പോൾ ഭൂമി തൻ്റെ വ്രതന്മാരെ പ്രസവിക്കുമല്ലോ എന്ന വചനം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട, രക്ഷാനിർണയം പ്രാപിച്ച പ്രിയപ്പെട്ടവർ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിച്ചുകൊണ്ട്, രക്ഷയുടെ ഭാവികാലം സംഭവിച്ചുകൊണ്ട് രക്ഷ വിളഞ്ഞു വരും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മണ്ണിൽ മറയപ്പെട്ട വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ കൂടെ കണ്ണിവെക്കുന്നതിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കും. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവർ മുൻപേ പോകും, തൊട്ട് പിന്നാലെ ജീവനോടിരിക്കുന്നവർ പോകുമ്പോൾ മേഘം വരെ മാത്രമേ ആ വേർപാടുള്ളൂ. മേഘം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിച്ച് ഉയർത്തെഴുന്നേറ്റവരും ജീവനോടിരുന്ന് രൂപാന്തരപ്പെട്ടവരും ഒന്നായിട്ട്, ഒരു മണവാട്ടിയായിട്ട് മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. മധ്യാകാശത്തിൽ എതിരേറ്റ് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് തൻ്റെ മണവാട്ടിയെ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് മൂന്നാം സ്വർഗത്തോളം, മധ്യാകാശത്ത് നിന്ന് മൂന്നാം സ്വർഗത്തോളം മണവാട്ടിയുമായി പോയി പിതാവായ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് തൻ്റെ മണവാട്ടിയെ പിതാവിനെ കാണിച്ചു കൊടുക്കും. അനന്തരം വിവാഹം എന്ന കാർമ്മിക ശുശ്രൂഷ നടത്തപ്പെടുകയും. എന്താണ് വിവാഹം എന്ന കാർമ്മിക ശുശ്രൂഷ? ഒരിക്കലും നാം ഇവിടെ നടത്തുന്ന ഒരു വിവാഹ ശുശ്രൂഷ പോലെയല്ല, മറിച്ച് പുത്രനായ ക്രിസ്തു എന്ന മണവാളൻ ഇരിക്കുന്ന ഇടത്ത് മണവാട്ടിയെ ഇരുത്തുന്നു. പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പുത്രൻ്റെ സ്ഥാനത്ത് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും എന്ന് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് പുത്രൻ എന്ന മണവാളിലിരിക്കുന്ന ഇടത്ത് മണവാട്ടി എന്ന സഭയെ ഇരുത്തും. അതിനെയാണ് വിവാഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ചടങ്ങുകൾ, വിവാഹ ചടങ്ങുകൾ അവിടെ നടക്കുന്നില്ല. അക്ഷരീയമായ ഒരു സംവിധാനമല്ല, ആത്മീയമായ ഒരു സംവിധാനമാണ്. ആ ആത്മീയമായ തലത്തിൽ മണവാളൻ എവിടെയാണോ ഇരിക്കാൻ പിതാവായ ദൈവം സീറ്റ് കൊടുത്തിരിക്കുന്നത്, ആ സീറ്റിൽ മണവാട്ടിയെ ഇരുത്തും എന്നുള്ള ഒരു വലിയ മാർമിക സത്യം, മർമ്മമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ മണവാട്ടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഇരുത്തി പ്രതിഫലം കൊടുക്കുന്ന തലത്തിലേക്ക്